താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ ജഗദീഷും ബാബുരാജും ജയിക്കാതിരിക്കാൻ എതിർപക്ഷം ഇതിനോടകം കരുനീക്കം തുടങ്ങി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ കോലാഹലങ്ങളും സമാനതകളില്ലാത്ത സാഹചര്യത്തിലേക്കാണ് താരസംഘടനയായ അമ്മയെ എത്തിച്ചത്. ഇപ്പോഴിതാ സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി 6 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവരാണ് പത്രിക നൽകിയത്. മത്സര രംഗത്തുള്ള ഏറ്റവും സീനിയർ അംഗങ്ങൾ ജഗദീഷും ദേവനുമാണ്. ഇതിനൊപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരമുണ്ട്. ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ മറ്റു പലരും. ഈ കൂട്ടത്തിൽ ബാബുരാജിനും ജഗദീഷിനുമെതിരെ പ്രചാരണം ശക്തമാണ്. ഇതിൽ ജഗദീഷിനെതിരെ ശക്തമായ ആരോപണമാണ് ഉയരുന്നത്. ബാബുരാജിനെ പീഡനക്കേസ് ഉയർത്തിയാണ് ഒരു ഭാഗം നേരിടുന്നത്. ഇതിൽ ജഗദീഷിനെ വിശ്വാസ വഞ്ചകൻ എന്ന ടാഗിൽ കൊടുക്കാനാണ് ശ്രമം. മാല പാർവതിയുടെ തുറന്നു പറച്ചിൽ ഇതിന് തെളിവാണ്. സിദ്ദിഖ് സാറിന്റെ വിഷയം വന്നപ്പോൾ അമ്മ ഭാരവാഹികൾ പ്രസ് കോൺഫറൻസ് നടത്താൻ തയ്യാറായിരുന്നു. പക്ഷെ ജഗദീഷ് അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒരു മാധ്യമങ്ങളെയും കാണരുതെന്ന്. ജഗദീഷിന്റെ കൂർമ്മ ബുദ്ധിയിൽ വളരെയധികം വിശ്വസിക്കുന്ന ഈ അംഗങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണേണ്ട എന്നും തീരുമാനിച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആഞ്ഞൊരടി അങ്ങടിച്ചു. ഇവർക്ക് വായില്ലേ, ഇവർക്ക് സംസാരിച്ചു കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് മുഴുവൻ പ്രതിസന്ധിയിലോട്ട് പോയത്. അതറിയാവുന്ന വലിയ വിഭാഗം അമ്മയിലെ അംഗങ്ങൾ ജഗദീഷിനെതിരെ പ്രചാരണം നടത്തിയിട്ടുള്ളതാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ സീറ്റിലും എല്ലാവർക്കും സ്വീകാര്യമായ അംഗങ്ങൾ നിൽക്കണം എന്നുള്ളതാണ് ഇതിൽ മാലാ പാർവതിയുടെ വെളിപ്പെടുത്തൽ. ഇതിനൊപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറി പദം ലക്ഷ്യമിടുന്ന ബാബുരാജിനെയും വെറുതെ വിടുന്നില്ല. ആരോപണ വിധേയനായ നടൻ ബാബുരാജ് മാറി നിൽക്കേണ്ടതായിരുന്നുവെന്നാണ് അമ്മയുടെ മുൻ IC കമ്മിറ്റി അംഗം കൂടിയായ മാലാ പാർവതി പറയുന്നത്. മുൻകാലങ്ങളിൽ ദിലീപ്, വിജയ് ബാബു, സിദ്ദിഖ് തുടങ്ങി എല്ലാവരും ആരോപണം നേരിട്ടപ്പോൾ മാറി നിന്നിട്ടുണ്ട്. ബാബുരാജ് ആരോപണം നേരിട്ടപ്പോൾ മാറി നിൽക്കാത്തത് കൊണ്ടാണ് അമ്മയിൽ നിന്ന് രാജിവെക്കാൻ നടൻ മോഹൻലാൽ തീരുമാനിച്ചതെന്നാണ് അവർ മനസ്സിലാക്കുന്നതെന്നും മാലാ പാർവതി പറയുന്നുണ്ട്. ആരോപണം നേരിട്ടവർ മത്സരിക്കുന്നത് ഉചിതമല്ല. അത് നിയമനത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. ഒരു മര്യാദയുടെ പേരിൽ മാറി നിൽക്കേണ്ടതാണ്. താരസംഘടന അമ്മ സമൂഹത്തിനിടയിൽ ഇത്രയും ചർച്ചയാകുന്നത് അത് മാതൃകാപരമായിരിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കുന്നു. ദിലീപിനെതിരെ ഉണ്ടായ വിഷയം തൊട്ട് ഓരോ വിഷയം വരുമ്പോഴും പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ ഈ സംഘടനയ്ക്ക് മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സമയത്ത് അതൊരു കാലങ്ങളിൽ പ്രശ്നമുള്ളവരെ മാറ്റി നിർത്തിയിട്ടുമുണ്ട്. എക്സിക്യൂട്ടീവ് അംഗമായിട്ടോ ഭാരവാഹിയായിട്ടോ ഉള്ളവരെ മാറ്റി നിർത്തണം എന്നുള്ളതാണെന്നും മാലാ പാർവതി പറയുന്നുണ്ട്. ചരിത്രം ഓർത്തു നോക്കിയാൽ ദിലീപ്, വിജയ് ബാബു, സിദ്ദിഖ് എന്നിവർ മാറി നിന്നു. സിദ്ദിഖ് മാറി നിന്നപ്പോഴാണ് ബാബുരാജിനെതിരെ ആരോപണം വരുന്നത്. ആ സമയത്ത് ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ബാബുരാജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമെന്ന്. പക്ഷെ അന്ന് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടായില്ല. അത് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് മോഹൻലാൽ രാജിവെക്കാമെന്ന് പറഞ്ഞിട്ട് അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് പോയത്. അതിനുശേഷം വീണ്ടും ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് അമ്മയുടെ ഭരണസമിതിയും സംഘടനയും പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ ഒരു മാതൃക ബാബുരാജ് കാണിക്കണമായിരുന്നു. അദ്ദേഹം നല്ല സംഘാടകനാണ്, മറ്റു പല കഴിവുകളുമുണ്ട്. എനിക്ക് വ്യക്തിപരമായി തന്നെ ഒരു വിഷയം വന്നപ്പോൾ എന്നെ വളരെയധികം പിന്തുണച്ച വ്യക്തിയുമാണ് അദ്ദേഹം. ചില ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് താനും. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന സമയത്ത് അമ്മ എന്ന സംഘടനയെ പ്രതിസന്ധിയിലാക്കാതെ അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് തന്റെ അഭിപ്രായമെന്നും മാലാ പാർവതി എടുത്തു പറയുന്നുണ്ട്. അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ ജഗദീഷിനെയും ബാബുരാജിനെയും ലക്ഷ്യമിട്ടുള്ള വാക്കുകൾ പ്രതിഫലിക്കുന്നുവെന്നാണ് ഒരു ഭാഗത്തിന്റെ പ്രതീക്ഷ. ഇപ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് ഒരു വലിയ വിഭാഗം മാറി നിൽക്കുകയാണെന്ന വാദവും മാലാ പാർവതി ഉയർത്തുന്നുണ്ട്. ഒന്നാമത് ഇടവേള ബാബുവാണ് വരേണ്ടത് ഒരുപാട് പേർക്ക് അഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഒരു നല്ല അച്ചടക്കം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി വിശ്വാസ്യതയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുകയാണ്. പിന്നെ മത്സരത്തിന് മുന്നോട്ട് വന്ന പേരുകൾ BJ രാഘവൻ ചേട്ടന്റെയും ചാക്കോച്ചന്റെയും ഒക്കെ ആയിരുന്നു. പക്ഷെ അവരും ഒഴിഞ്ഞു. അതിന് തന്നെ അവരുടെ കാരണങ്ങൾ ഉണ്ടാകാമെന്നും മാലാ പാർവതി പറയുന്നുണ്ട്. അങ്ങനെ അമ്മയിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കി തന്നെ കാണണം. നാഥനില്ലാ കളരിയായി നിന്നിരുന്ന അമ്മയ്ക്ക് ഇനി ആര് നാഥനാകുമെന്നതും ആ നാഥൻ അമ്മയെ പൊന്നുപോലെ നോക്കുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്.